ഓർമ്മകൾ ഇരിച്ചെത്തിയപ്പോൾ സുബൈറിന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. സ്വന്തം ജീവിതത്തിൽ നിന്നും സൈബയെ പുറത്താക്കിയ ആ നിമിഷം ഒരു മുറിവായി അയാളിൽ അവശേഷിച്ചു. അന്ന് ദേഷ്യം കൊണ്ട് അവളുടെ ഓരോ ഓർമ്മകളെയും അയാൾ മുറിക്ക് പുറത്തെറിഞ്ഞിരുന്നു. അന്ന് തച്ചുടച്ച അവരുടെ പഴയ വിവാഹചിത്രം ഇരുന്ന അതേ സ്ഥാനത്ത് ഇന്ന് ഫിദയുമൊത്തുള്ള പുതിയ ഫോട്ടോ പരിഹാസ ചിരിയോടെ തൂങ്ങിക്കിടക്കുന്നു. അയാൾ വേഗം മുകളിലെ മുറിയിലേക്ക് കയറിപ്പോയി. പഴയ സാധനങ്ങൾക്കിടയിൽ അയാൾ എന്തിനോ വേണ്ടി പരതി. പൊടിപിടിച്ച് കിടന്നിരുന്ന അവരുടെ പഴയ വിവാഹ ഫോട്ടോ അയാൾ കയ്യിലെടുത്തു. ഫ്രെയിമിലെ ചില്ലുകൾ ഉടഞ്ഞു പോയിരുന്നു. ആ ചിത്രത്തിൽ സുന്ദരിയായി ചിരിച്ചു നിൽക്കുന്ന സൈബയെ കണ്ടപ്പോൾ സുബൈറിന്റെ വിരലുകൾ അറിയാതെ വിറച്ചു. ആ പഴയ മനോഹര നിമിഷങ്ങൾ ഒരു തിരമാല പോലെ അയാളുടെ ചിന്തകളിലേക്ക് അടിച്ചു കയറി. അറിയാതെ അയാൾ ആ തകർന്ന ഫ്രെയിമിൽ തലോടി. ചില്ലിന്റെ മൂർച്ചയുള്ള കഷ്ണം കൊണ്ട് വിരൽ മുറിഞ്ഞതുപോലും അയാൾ അറിഞ്ഞില്ല. ചോര പൊടിയുമ്പോഴും അയാളുടെ മനസ്സ് പഴയ കാലത്തിലായിരുന്നു. അന്നവളെ ഞാൻ തനിച്ചാക്കി ഇറക്കി വിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നെന്റെ ജീവിതം ഇങ്ങനെയാകില്ലായിരുന്നു എന്ന കുറ്റബോധം അയാളുടെ ഹൃദയത്തെ ശ്വാസം മുട്ടിച്ചു. എന്റെ ചോരയിൽ പിറന്ന കൺമണിയും അവളുടെ കൂടെ ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. സുബൈറിന്റെ ഹൃദയം കുറ്റബോധം കൊണ്ട് നീറി. ആ സമയത്താണ് ഉമ്മ അവിടേക്ക് കടന്നു വന്നത്. അവർ മുഖത്ത് സന്തോഷം വരുത്തിക്കൊണ്ട് പറഞ്ഞു, മോനെ സുബൈറെ, ഫവാസ് വിളിച്ചിരുന്നു. അവന്റെ ഭാര്യയ്ക്ക് വിശേഷമായിരിക്കുന്നു എന്ന്. നമ്മുടെ ഈ തറവാട്ടിൽ ആദ്യമായി ഒരു കുഞ്ഞു കരച്ചിൽ കേൾക്കാൻ പോകുന്നത് അവന്റെ മകന്റേതാകുമെന്ന് പടച്ചോൻ തീരുമാനിച്ചിട്ടുണ്ടാകും. ഉമ്മ, ഈ കുടുംബത്തിൽ ആദ്യം പിറന്നത് എന്റെ കുഞ്ഞു തന്നെയായിരുന്നു. പക്ഷെ ആ പിഞ്ചു കുഞ്ഞിനെ ഈ വീടിന് അന്യനാക്കിയത് ഉമ്മയുടെ വാശിയല്ലേ? അയാൾ ഉറച്ച സ്വരത്തിൽ ചോദിച്ചു. നീ എന്തൊക്കെയാ ഈ പുലമ്പുന്നത് സുബൈറെ? ഉമ്മ ആകെ അമ്പരന്നു പോയി. സത്യം പറയട്ടെ ഉമ്മ, സൈബയെ എന്റെ ജീവിതത്തിൽ നിന്നും അടിച്ചിറക്കാൻ കൂട്ടുനിന്നത് ഉമ്മയാണ്. അവളൊരു ഉമ്മയാകാൻ പോകുന്ന വിവരം എന്നെ അറിയിച്ചിട്ടും ഞാൻ അവളെ സ്വീകരിച്ചില്ല. ഉമ്മയുടെ വാക്കിന് വില നൽകി ഞാനന്ന് അവളെ തെരുവിലേക്ക് തള്ളിവിട്ടു. അത് നിന്റെ അനിയന്റെ കുട്ടിയാണെന്ന് നീ തന്നെയല്ലേ അന്ന് എന്നോട് ആണയിട്ട് പറഞ്ഞത്? ഉമ്മ പരിഭ്രമത്തോടെ ചോദിച്ചു. അന്ന് എന്റെ കണ്ണ് കാണാത്തത് കൊണ്ടായിരുന്നു ഉമ്മ. സ്വന്തം സന്തോഷത്തിന് വേണ്ടി ഞാൻ ആ പാവത്തിനെ വേദനിപ്പിച്ചു. അവൾ എന്റെ മുന്നിലേക്ക് അന്ന് വന്നത് എന്റെ മകനെയും കൊണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ ഭാഗ്യം ചവിട്ടി തെറിപ്പിച്ചു. സുബൈർ കണ്ണുകൾ മുറുക്കി അടച്ചു. ഇപ്പോൾ ഇതെല്ലാം ഓർത്തിട്ട് എന്ത് നേട്ടം? അവൾ ആ കുട്ടിയെ നിനക്ക് തരുമെന്ന് നീ കരുതുന്നുണ്ടോ? ഉമ്മ പരിഹാസം കലർന്ന സ്വരത്തിൽ തിരക്കി. ഒരിക്കലുമില്ല. അവളുടെ മുന്നിലേക്ക് പോകാൻ പോലും എനിക്ക് അർഹതയില്ല. അവൾ എന്നെ കണ്ട മുഖത്ത് തുപ്പും. ഞാൻ ചെയ്ത ക്രൂരതകൾക്ക് പകരമായി ഇന്ന് ഈ നരകം ഞാൻ അനുഭവിച്ചേ തീരൂ. നിരാശയോടെ സുബൈർ കസേരയിലേക്ക് തളർന്നിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഫിദ വീട്ടിൽ തിരിച്ചെത്തിയിട്ടും സുബൈർ പഴയ പോലെ ആയിരുന്നില്ല. അവളെ ഒന്ന് ഗൗനിക്കാൻ പോലും അയാൾ തയ്യാറാകാതെ മുറിക്കുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടി. ഫിദ തന്റെ അമ്മായിയമ്മയെ പുച്ഛത്തോടെ നോക്കി നിന്നു. എന്താ ഉമ്മ, സുബൈർക്ക് എന്നെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ പോയത്? എന്നെ കണ്ട ഭാവം പോലും അയാൾക്കില്ലല്ലോ. അവൾ നീരസത്തോടെ തിരക്കി. ഞാനിപ്പോ നിന്നോട് എന്ത് പറയാനാ ഫിദ? ഉമ്മ നിസ്സഹായതയോടെ കൈമലർത്തി. ഉമ്മ വല്ല ഉപദേശവും അയാൾക്ക് കൊടുത്തോ? അതോ വീണ്ടും പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കിയോ? ഫിദയുടെ സ്വരത്തിൽ ദേഷ്യം പടർന്നു. ഞാൻ എന്ത് പറയാനാ മോളെ? അവൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെണ്ണുങ്ങൾക്കൊന്നും ഈ തറവാട്ടിലേക്ക് ഒരു കൺമണിയെ നൽകാനുള്ള ഭാഗ്യമില്ലല്ലോ. അതോർക്കുമ്പോ എനിക്ക് സങ്കടമുണ്ട്, ഉമ്മ സങ്കടത്തോടെ പറഞ്ഞു. ഇതൊക്കെ ഓരോരുത്തരുടെ വിധിയെന്നല്ലാതെ എന്തു പറയാൻ? ഫിദ പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. നീ ഇനി തിരിച്ചു വരുമെന്ന് ഞാൻ കരുതിയില്ല, ഉമ്മ മെല്ലെ പറഞ്ഞു. ഓ, നിങ്ങൾക്ക് വേണ്ടത് ഈ വീട്ടിലേക്കൊരു മകനെ പ്രസവിക്കുന്ന യന്ത്രത്തെ അല്ലായിരുന്നോ? എന്നെ അയാളുടെ ഭാര്യയായി അംഗീകരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ സുബൈറിന്റെ ഭാര്യ എന്ന നിലയിൽ ഈ തറവാട്ടിൽ എനിക്ക് അവകാശമുണ്ട്. അത് ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ തന്നെ കാണും, അവൾ ഉറച്ച സ്വരത്തിൽ പ്രഖ്യാപിച്ചു. ആ കുട്ടിയുടെ പേരും പറഞ്ഞ് കുറെ മാസങ്ങൾ നീ സുഖിച്ചതല്ലേ? ഇനി അതൊക്കെ മതിയാക്കി ഈ വീട് തൂത്തു തുടച്ച് ഇവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ മതി. ആ മടിയൊക്കെ ഒന്ന് മാറട്ടെ, ഉമ്മ കടുപ്പത്തിൽ മറുപടി നൽകി. ഫിദ അവരെ ഒന്ന് പുച്ഛിച്ചു നോക്കിയ ശേഷം അകത്തേക്ക് നടന്നു. ഒന്ന് ഫ്രഷായി വന്ന് കിടന്നപ്പോഴാണ് സുബൈറിന്റെ തലയണയുടെ അടിയിൽ എന്തോ ഒന്നിരിക്കുന്നത് അവളുടെ കണ്ണിലുടക്കിയത്. ദേഷ്യത്തോടെ അത് കയ്യിലെടുത്തപ്പോൾ ഫിദയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു. ഓ, പഴയ ഓർമ്മകളൊക്കെ വീണ്ടും പൊടി തട്ടി എടുക്കുകയാണല്ലേ? ഇപ്പൊ അവളോടാണോ നിനക്ക് ഇത്ര സ്നേഹം? പക്ഷേ ഈ ഫിദ ജീവിച്ചിരിക്കുമ്പോ നിന്റെ ആ മോഹം നടക്കില്ല, അവൾ ദേഷ്യത്തോടെ പല്ലിറുമ്മി. സുബൈറും സൈബയും ഒന്നിച്ചുള്ള ആ പഴയ ഫോട്ടോ ഫ്രെയിം അവൾ ദേഷ്യത്തോടെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ആ ശബ്ദം കേട്ടാണ് സുബൈർ മുറിയിലേക്ക് വന്നത്. അവനെ കണ്ടതും ഫിദയുടെ ദേഷ്യം ഇരട്ടിച്ചു. രാവിലെ എന്നെ കണ്ടിട്ടും നീ എന്താ ഒരു അപരിചിതനെ പോലെ പെരുമാറിയത്? കണ്ണിൽ ചോരയില്ലാത്തവനെ പോലെ നീ എന്തിനാ മുഖം തിരിച്ച് നടന്നത്? അവൾ ആക്രോശിച്ചു. ഞാൻ നിന്നെ കണ്ടില്ല, സുബൈർ ശാന്തനായി മറുപടി നൽകി. കണ്ടില്ലെന്നോ? നീ വലിയൊരു അഭിനയക്കാരൻ തന്നെ. എന്നെ കാണാതിരിക്കാൻ നീ അത്ര വലിയ കുരുടനൊന്നുമല്ലല്ലോ, അവൾ പരിഹാസത്തോടെ പറഞ്ഞു. അനാവശ്യമായ തർക്കത്തിന് എനിക്ക് സമയമില്ല. നീ എന്തിനാണ് വെറുതെ ഹിമാലയത്തോളം വലിയ നുണകൾ പറഞ്ഞുണ്ടാക്കുന്നത്? അയാൾ മുറിയിൽ നിന്നും പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു. നുണയാണോ? എന്റെ സൗന്ദര്യത്തെക്കുറിച്ച് നീ പണ്ട് വാതോരാതെ സംസാരിച്ചിരുന്നതല്ലേ?
അന്ന് നീ ആസ്വദിച്ചിരുന്ന ആ സൗന്ദര്യം ഇന്നും എനിക്കുണ്ട്. ഞാൻ അല്പം തടി വെച്ചു എന്നത് സത്യമാണ്, പക്ഷെ അത് എന്റെ കുറ്റം കൊണ്ടാണോ? അവൾ അയാളുടെ വഴി തടഞ്ഞു. മനുഷ്യർക്ക് അബദ്ധം പറ്റുന്നത് സ്വാഭാവികമാണ്. അന്ന് എനിക്കും ഒരു അബദ്ധം പറ്റി. സുബൈർ പുച്ഛത്തോടെ പറഞ്ഞു. അബദ്ധമോ? നിനക്ക് എന്നോട് ഇത്ര വലിയ ദേഷ്യം തോന്നാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ആ കുഞ്ഞു മരിച്ചത് എന്റെ അശ്രദ്ധ കൊണ്ടാണെന്നാണോ നീ വിചാരിക്കുന്നത്? അവൾ പൊട്ടിത്തെറിച്ചു. നിന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഓരോ ചുവടും ശ്രദ്ധിച്ചു വെക്കണമെന്ന് പറഞ്ഞപ്പോ നീ അത് കേട്ടില്ല. ഫലം നീ ഇപ്പൊ അനുഭവിക്കുന്നില്ലേ? നിന്നെപ്പോലെ ഉത്തരവാദിത്വമില്ലാത്ത ഒരാളെ ജീവിത പങ്കാളിയായി സ്വീകരിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം. അയാൾ കടുപ്പത്തിൽ പറഞ്ഞു. ഇപ്പൊ നിനക്ക് പഴയവളോടാണല്ലോ കൂടുതൽ താല്പര്യം. ഉപേക്ഷിച്ച സാധനങ്ങളൊക്കെ വീണ്ടും പെറുക്കിക്കൂട്ടാൻ നിനക്ക് നാണമില്ലേ? പക്ഷെ ഒന്ന് മാത്രം നീ ഓർത്തു വെച്ചോ, അവളിപ്പോ മറ്റൊരാളുടേതാണ്. നീ ഉപേക്ഷിച്ചിടത്തു നിന്നും അവളെ സ്വന്തമാക്കിയ മറ്റൊരുവൻ ഇപ്പോൾ അവൾക്കുണ്ട്. ഫിദയുടെ വാക്കുകൾ സുബൈറിന്റെ ഉള്ളിൽ മുറിവുണ്ടാക്കി. നിനക്കിപ്പോ എന്താ വേണ്ടത്? അയാൾ പല്ല് കടിച്ചുകൊണ്ട് ചോദിച്ചു. ഓ, ഞാൻ എന്ത് ചോദിച്ചാലും നീ സാധിച്ചു തരുവോ? ഫിദ പരിഹാസത്തോടെ ചോദിച്ചു. നിനക്കിപ്പോ എന്താ വേണ്ടത് ഫിദ? സുബൈർ അക്ഷമയോടെ വീണ്ടും ചോദിച്ചു. എനിക്ക് ഈ തറവാട്ടിൽ നിന്നും മാറി താമസിക്കണം. നിന്നെ ഇങ്ങനെ മാറ്റിയെടുത്തത് നിന്റെ ഉമ്മയാണ്. എനിക്ക് അവരോടൊപ്പം ഇവിടെ കഴിയാൻ പറ്റില്ല. അവൾ തന്റെ തീരുമാനം അറിയിച്ചു. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ താമസിക്കാൻ എനിക്ക് വേറെ കൊട്ടാരമൊന്നുമില്ല. സുബൈർ തണുത്ത സ്വരത്തിൽ മറുപടി നൽകി. അതൊക്കെ എനിക്കറിയാം. തൽക്കാലം നമുക്ക് ഒരു വാടക വീട് നോക്കാം, ഫിദ നിർബന്ധിച്ചു. കിട്ടുന്ന ശമ്പളം കൊണ്ട് ഈ കുടുംബം പുലർത്താൻ തന്നെ ഞാൻ കഷ്ടപ്പെടുകയാണ്. അനിയൻ ഫവാസ് ഉമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ കഴിയുന്നത്. അപ്പോഴാണ് നിന്റെ ഒരു വാടക വീട്. അയാൾ പരിഹാസത്തോടെ അവളെ നോക്കി. എങ്കിൽ നമുക്ക് എന്റെ വീട്ടിലേക്ക് പോയി നിൽക്കാം. അവിടെ സൗകര്യമുണ്ടല്ലോ. അവൾ പുതിയൊരു വഴി കണ്ടെത്തി. ഭാര്യയുടെ വീട്ടിൽ പോയി കഴിയേണ്ട ഗതികേട് എനിക്കില്ല. നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ അവിടെ പോയി നിന്നോ, ഞാൻ തടസ്സപ്പെടുത്തുന്നില്ല, സുബൈർ കടുപ്പത്തിൽ പറഞ്ഞു. അതാണല്ലോ ഇപ്പൊ നിന്റെ ആഗ്രഹം. എന്നെ ഒഴിവാക്കി പഴയ അവളോടൊപ്പം കൂടാൻ നിനക്ക് കിട്ടുന്ന വലിയൊരു അവസരമാകും അത്. പക്ഷെ സുബൈറെ, നിന്റെ ആ സ്വപ്നം ഞാൻ നടത്തിക്കില്ല. അവൾ അയാളെ വെല്ലുവിളിച്ചു. അവളുടെ വാക്കുകൾ കേട്ടുമടുത്ത സുബൈർ ദേഷ്യത്തോടെ പുതപ്പെടുത്ത് മൂടി ബെഡിലേക്ക് കിടന്നു. അത് കണ്ടതും ഫിദ അയാൾക്കരികിലായി കിടന്നു. അവൾ അയാളുടെ നെഞ്ചിലേക്ക് കൈ ചേർത്ത് വെച്ചു. സുബൈർ വെറുപ്പോടെ അവളെ ഒന്ന് നോക്കി. പേടിക്കണ്ട, ഞാൻ ഗുളിക കരുതുന്നുണ്ട്. ഇനി നിനക്കൊരു ബാധ്യത വരാതെ ഞാൻ നോക്കിക്കോളാം, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞിട്ട് അയാളോട് ചേർന്ന് കിടന്നു. അവളുടെ വാക്കുകൾ കേട്ട് സുബൈർ അസ്വസ്ഥനായി അവളുടെ കൈ തട്ടിമാറ്റി തിരിഞ്ഞു കടന്നു. നീ എന്നെ എത്രമാത്രം അവഗണിച്ചാലും ഒരു നാൾ നീ എന്റെ അടുത്തേക്ക് തന്നെ വരും, അതെനിക്കറിയാം, അവൾ ആത്മവിശ്വാസത്തോടെ പിറുപിറുത്തു. എന്നാൽ അയാൾ അതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ കിടന്നു. അപ്പുറത്തെ അഷ്റഫിന്റെ വീട്ടിൽ കുട്ടികളെ ഉറക്കിയ ശേഷം സൈബ തന്റെ ഭർത്താവായ അഷ്റഫിന്റെ വരവും കാത്ത് സിറ്റൌട്ടിൽ ഇരിക്കുകയായിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഗേറ്റിന് മുന്നിൽ അഷ്റഫിന്റെ കാർ വന്നു നിന്നു. അവനെ കണ്ടതും സൈബ ആശ്വാസത്തോടെ മുറ്റത്തേക്ക് ഇറങ്ങി. നീ ഇതുവരെ കിടന്നില്ലേ സൈബ? അഷ്റഫ് സ്നേഹത്തോടെ ചോദിച്ചു. ഇല്ല, നിങ്ങൾ വരാതെ എനിക്കെങ്ങനെ ഉറക്കം വരാനേക്ക? അവൾ വിനയത്തോടെ മറുപടി നൽകി. രാത്രി വൈകി വരുന്നത് എന്റെ ജോലിയുടെ ഭാഗമല്ലേ? എന്റെ കയ്യിൽ സെക്കൻഡ് കീ ഉള്ളതുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ എനിക്ക് അകത്ത് കയറാമല്ലോ. നീ എന്തിനാ വെറുതെ ഇങ്ങനെ കാത്തിരിക്കുന്നത്? അഷ്റഫ് അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഉമ്മ പറഞ്ഞിരുന്നു നിങ്ങൾ വരാൻ വൈകുമെന്ന്. എങ്കിലും എനിക്ക് എന്തോ സമാധാനം തോന്നിയില്ല, അതുകൊണ്ടാ ഉറങ്ങാത്തത്, അവൾ പറഞ്ഞു. സാരമില്ല, ഇനി പതുക്കെ ഇതൊക്കെ ശീലമായിക്കോളും, അഷ്റഫ് പുഞ്ചിരിച്ചു. നിങ്ങൾ പോയി ഡ്രസ്സൊക്കെ മാറിവാ, ഞാൻ ഭക്ഷണം വിളമ്പി വെക്കാം. അവൾ അകത്തേക്ക് നടക്കാനൊരുങ്ങി. വേണ്ട സൈബ, ഇത്രയും വൈകിയ ഞാൻ സാധാരണ ഭക്ഷണം കഴിക്കാറില്ല. എനിക്കൊരു ഗ്ലാസ് പാല് മാത്രം മതി. അഷ്റഫ് തളർച്ചയോടെ കസേരയിലേക്ക് ഇരുന്നു. ശരി, ഞാൻ ഇപ്പൊ തന്നെ എടുക്കാം. അവൾ പുഞ്ചിരിയോടെ അടുക്കളയിലേക്ക് നടന്നു. കുട്ടികൾ ഉറങ്ങിയോ? അഷ്റഫ് പിന്നിൽ നിന്ന് വിളിച്ചു ചോദിച്ചു. അവരിന്ന് നേരത്തെ ഉറങ്ങി. അഷ്റഫ് വസ്ത്രം മാറുന്നതിനിടയിലാണ് സൈബ ഒരു ഗ്ലാസ് പാലുമായി അങ്ങോട്ടേക്ക് വന്നത്. തന്റെ മുന്നിൽ സ്നേഹത്തോടെ നിൽക്കുന്ന അവളെ കണ്ടപ്പോ അഷ്റഫിന്റെ ഉള്ളിൽ ഒരു കുളിർമ തോന്നി. അവന്റെ സ്നേഹം നിറഞ്ഞ നോട്ടം നേരിടാൻ കഴിയാതെ സൈബ ലജ്ജയോടെ തല താഴ്ത്തി. അവളുടെ ഭാവമാറ്റം കണ്ട അഷ്റഫ് ഒരു പുഞ്ചിരിയോടെ കൈനീട്ടി. അവൾ ഗ്ലാസ് അവന്റെ കൈയിലേക്ക് നൽകാൻ തുടങ്ങിയതും അവൻ ഗ്ലാസിനോടൊപ്പം അവളുടെ കൈകളും ചേർത്ത് പിടിച്ചു. അപ്രതീക്ഷിതമായ ആ സ്പർശനത്തിൽ സൈബ ഒന്ന് ഞെട്ടി. അവൾ മെല്ലെ തല ഉയർത്തി ആദ്യം അവന്റെ മുഖത്തേക്കും പിന്നെ തന്റെ കൈകളിലേക്കും നോക്കി. ഇക്ക, അവൾ വിക്കലോടെ വിളിച്ചു. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോ 2 വർഷമാകുന്നു സൈബ. എന്നിട്ട് നിനക്ക് ഞാൻ ഇപ്പോഴും ആ പഴയ അന്യനായ ഡോക്ടറാണോ? അവൻ അല്പം പരിഭവത്തോടെ തിരക്കി. അത് കുട്ടികൾ ഉണരും, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അവിടെ നിന്നും മാറാനുള്ള വെപ്രാളത്തിൽ അവൾ എന്തൊക്കെയോ പറഞ്ഞു. അവളുടെ പരിഭ്രമം കണ്ട അഷ്റഫ് പതുക്കെ ആ കൈവിട്ടു. അവൾ വേഗം മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. പടിവാതിൽക്കൽ എത്തിയപ്പോൾ അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി. അഷ്റഫ് ആ ഗ്ലാസ് കയ്യിലെടുത്ത് അവളെ നോക്കി കണ്ണിമയ്ക്കാതെ നിൽക്കുകയായിരുന്നു. ഇന്നും വരാൻ വൈകുമെന്ന് തോന്നുന്നു, നീ കാത്തിരിക്കേണ്ട കേട്ടോ. അടുത്ത ദിവസം രാവിലെ ഇറങ്ങുമ്പോൾ അഷ്റഫ് പുഞ്ചിരിയോടെ സൈബയോട് പറഞ്ഞു.
അവൾ മറുപടിയൊന്നും പറയാതെ ഒന്ന് തലയാട്ടി. തന്റെ ജീവിതത്തിൽ അഷ്റഫ് നൽകുന്ന ഈ സ്നേഹം വെറും കടപ്പാട് മാത്രമാണോ എന്ന് സൈബ വെറുതെ ചിന്തിച്ചു. ഇദ്ദേഹം എന്നിൽ നിന്നും എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാകുമോ? ഹേയ്, ഒരിക്കലുമില്ല. കുഞ്ഞുങ്ങളെ നോക്കാൻ ഒരു ഉമ്മ മാത്രമാണ് അദ്ദേഹത്തിന് ആവശ്യം. ഒരു ഭാര്യയായി എന്നെ ഉൾക്കൊള്ളാൻ ഇദ്ദേഹത്തിന് കഴിയില്ലായിരിക്കും. അവൾ സ്വയം സമാധാനിച്ചു. തനിക്ക് ലഭിച്ച ഈ പുതിയ ജീവിതം തന്നെ അഷ്റഫിന്റെ വലിയൊരു ഔദാര്യമായിട്ടാണ് അവൾ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതലൊന്നും അവൾ സ്വപ്നം കണ്ടിരുന്നില്ല. രാത്രി വൈകിയാണ് അഷ്റഫ് ജോലി കഴിഞ്ഞെത്തിയത്. പക്ഷെ അയാളുടെ പെരുമാറ്റത്തിലോ മുഖഭാവത്തിലോ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. സൈബ, എന്റെ 5-6 ജോഡി വസ്ത്രങ്ങളൊന്ന് പാക്ക് ചെയ്ത് വെക്കണം. എനിക്ക് നാളെ അതിരാവിലെ ഒരു യാത്രയുണ്ട്, അഷ്റഫ് തിരക്കോടെ പറഞ്ഞു. എങ്ങോട്ടാണ് ഇക്ക ഇത്ര പെട്ടെന്ന്? അവൾ ജിജ്ഞാസയോടെ ചോദിച്ചു. അമേരിക്കയിൽ ഒരു മെഡിക്കൽ കോൺഫറൻസ് ഉണ്ട്, അതിൽ പങ്കെടുക്കാൻ പോകണം, അയാൾ മറുപടി നൽകി. എപ്പോഴാണ് തിരിച്ചു വരിക? അവൾ മെല്ലെ ചോദിച്ചു. നീ എപ്പോ വിളിക്കുന്നോ അപ്പൊ തന്നെ ഞാൻ നിന്റെ അരികിലെത്തും. അഷ്റഫിന്റെ ആ മറുപടി കേട്ട് സൈബ പകച്ചുപോയി. അയാൾ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാവാതെ അവൾ കണ്ണിമയ്ക്കാതെ അയാളെ തന്നെ നോക്കി നിന്നു. മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടൻ ഞാൻ ഇങ്ങോട്ട് പുറപ്പെടും, അധികം വൈകില്ല, അഷ്റഫ് യാത്രയെക്കുറിച്ച് പറഞ്ഞു. അത് കേട്ടപ്പോ സൈബ ഒന്ന് മൗനമായി ഇരുന്നു. അഷ്റഫ് തയ്യാറാകുന്നതിനിടയിൽ അവൾ അയാളുടെ വസ്ത്രങ്ങളെല്ലാം അടുക്കി പെട്ടിയിലാക്കി. ഇക്ക, വേണ്ടതെല്ലാം ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്, പെട്ടി ലോക്ക് ചെയ്തുകൊണ്ട് അവൾ പറഞ്ഞു. എല്ലാം വെച്ചോ? അയാൾ തിരക്കി. എനിക്ക് തോന്നുന്നു എല്ലാം ഉണ്ടെന്ന്. സംശയമുണ്ടെങ്കിൽ ഒന്ന് തുറന്നു നോക്കിക്കോളൂ, അവൾ സൗമ്യമായി മറുപടി നൽകി. ആവശ്യമില്ല, നീ വെച്ചതാണെങ്കിൽ എല്ലാം കൃത്യമായിരിക്കും, അഷ്റഫ് പുഞ്ചിരിച്ചു. എങ്കിൽ ഞാൻ അങ്ങോട്ട് മാറട്ടെ? അവൾ മുറിയിൽ നിന്നും പുറത്തേക്ക് പോകാൻ അനുവാദം ചോദിച്ചു. എങ്ങോട്ടാ ഇത്ര വേഗത്തിൽ? അഷ്റഫ് ചോദിച്ചു. കുട്ടികൾ തനിച്ചല്ലേ, അവർ കരഞ്ഞാലോ എന്ന് പേടിയുണ്ട്, അവൾ പറഞ്ഞു. എപ്പോഴും അവരെപ്പറ്റി മാത്രമാണല്ലോ ആദി. കുറച്ചു സമയം എന്റെ അടുത്ത് വന്നിരിക്കാൻ നിനക്ക് ഒട്ടും താല്പര്യമില്ലേ? അയാളുടെ വാക്കുകളിൽ ചെറിയൊരു പരിഭവം നിഴലിച്ചു. അങ്ങനെയല്ല ഇക്ക, നാളെ നേരത്തെ എഴുന്നേറ്റ് ദൂരെ യാത്ര പോകേണ്ടതല്ലേ, ഇക്കാക്ക് നല്ല വിശ്രമം വേണമെന്ന് കരുതിയിട്ടാണ്, അവൾ അനുനയത്തിൽ പറഞ്ഞു. ശരി, തിരിച്ചു വരുമ്പോ നിനക്കായി എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരണോ? അഷ്റഫ് സ്നേഹത്തോടെ അവളെ നോക്കി. എനിക്കൊന്നും വേണ്ട ഇക്ക, നിങ്ങൾ സന്തോഷത്തോടെ പോയി തിരിച്ചു വന്നാൽ മാത്രം മതി. അത് പറയുമ്പോൾ സൈബയുടെ മുഖത്ത് വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. എന്തായാലും നീ നിനക്ക് വേണ്ട കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കാറില്ലല്ലോ, അഷ്റഫ് ഒരു ചെറിയ പരിഭവത്തോടെ പറഞ്ഞു. എനിക്കങ്ങനെ പ്രത്യേകമായ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇക്ക, സൈബ വിനയത്തോടെ മറുപടി നൽകി. ശരി, എങ്കിൽ നീ പൊയ്ക്കോ, അയാൾ സമ്മതം മൂളി. സൈബ മെല്ലെ മൂളി. അവൾ പതുക്കെ അയാളെ നോക്കിയിട്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. വാതിൽക്കൽ എത്തിയപ്പോൾ അവൾ പെട്ടെന്ന് നിന്നു. ഇക്ക, യാത്രയിൽ കഴിക്കാൻ വല്ലതും കരുതണോ? വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഉണ്ടാക്കിത്തരാം, അവൾ തിരിഞ്ഞു നിന്ന് ചോദിച്ചു. വേണ്ട സൈബ, ഒന്നും കരുതേണ്ട, ഞാൻ പോയി വരാം, അയാൾ സ്നേഹത്തോടെ നിരസിച്ചു. ശരി ഇക്ക. സൈബ പുറത്തേക്ക് പോയി. അവൾ നടന്നു നീങ്ങുന്നത് നോക്കി അഷ്റഫ് ഒരു പുഞ്ചിരിയോടെ നിന്നു. അടുത്ത ദിവസം അതിരാവിലെ അയാൾ യാത്രയ്ക്ക് തയ്യാറായി. ഉറങ്ങിക്കിടക്കുന്ന 2 മക്കളെയും നെറ്റിയിൽ മുത്തം നൽകി അയാൾ അനുഗ്രഹിച്ചു. ശേഷം ഉമ്മയോട് യാത്ര പറഞ്ഞു. ഞാൻ ഇറങ്ങിയാണ്, സൈബയെ നോക്കി അയാൾ യാത്ര ചോദിച്ചു. അവൾ മറുപടിയൊന്നും പറയാതെ ഒരു ചെറിയ പുഞ്ചിരിയോടെ തലയാട്ടി. പക്ഷേ അയാൾ പടിയിറങ്ങുന്നത് വല്ലാത്തൊരു വിഷമത്തോടെയാണ് സൈബ നോക്കി നിന്നത്. അപ്പുറത്ത് സുബൈറിന്റെ വീട്ടിൽ ഫിദയും സുബൈറും സംസാരിക്കുന്നു. നമുക്കൊരു കുഞ്ഞില്ലെന്ന് കരുതി ജീവിതം ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ലല്ലോ സുബൈറെ, ഫിദ കടുപ്പത്തിൽ സുബൈറിനോട് പറഞ്ഞു. നോക്കു ഫിദ, എന്റെ ഉമ്മ 2 പ്രസവിച്ചതുകൊണ്ട് ഇന്നവർ സുഖമായി കഴിയുന്നില്ലേ, സുബൈർ ഗൗരവത്തിൽ ചോദിച്ചു. അതിനിപ്പോ നിങ്ങളെ കൊണ്ട് ഉമ്മാക്ക് എന്ത് ഗുണമാണ് ഉണ്ടായത്? ഉമ്മാന്റെ ചിലവെല്ലാം നോക്കുന്നത് അനിയൻ ഫവാസ് അല്ലേ, ഉമ്മ അതുകൊണ്ട് ഇവിടെ സുഖമായിരിക്കുന്നു, അത്ര തന്നെ, ഫിദ പരിഹാസത്തോടെ പറഞ്ഞു. സാമ്പത്തികമായി നീ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷെ ശാരീരികമായ അവശത അനുഭവിക്കുന്ന ഉമ്മാക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും നീ തയ്യാറല്ലല്ലോ, അവർക്കരികിൽ എപ്പോഴും ഞാൻ തന്നെ വേണ്ടി വരുന്നു, സുബൈർ തന്റെ അമർഷം പ്രകടിപ്പിച്ചു. അവരെന്നെ എപ്പോഴെങ്കിലും സ്നേഹത്തോടെ ഒന്ന് നോക്കിയിട്ടുണ്ടോ? എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ മാത്രം, കേട്ടാൽ അറക്കുന്ന വാക്കുകൾ പറയുന്ന ആ ഉമ്മയുടെ മുന്നിലേക്ക് ചെല്ലാൻ എനിക്കൊട്ടും താല്പര്യമില്ല. കാലിനേക്കാൾ വേഗതയിൽ അവരുടെ നാവാണ് ചലിക്കുന്നത്, അവൾ രൂക്ഷമായി പറഞ്ഞു. ഫിദ, സുബൈർ ദേഷ്യത്തോടെ അവളെ വിളിച്ചു. നിങ്ങൾ എത്ര ഒച്ചയിട്ടാലും സത്യം പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല, ഞാൻ പറയുന്നത് കേട്ട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, അവൾ തർക്കിച്ചു. ഉമ്മ പറയുന്നതിലും സത്യമില്ലേ? നിനക്കൊരു കുഞ്ഞിനെ നൽകാൻ കഴിയില്ല എന്നത് അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്, ആ സങ്കടം കൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. സുബൈർ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതിന് നിങ്ങളുടെ അനിയനൊരു കുട്ടിയുണ്ടല്ലോ, നിങ്ങൾക്ക് അത്രക്ക് നിർബന്ധമാണെങ്കിൽ ഉമ്മാനോട് അവരുടെ കൂടെ പോയി താമസിക്കാൻ പറ, അവരെ സഹായിച്ചും ആ കുട്ടിയെ നോക്കിയും അവിടെ ഉമ്മ കഴിഞ്ഞോട്ടെ. ഫിദ ദേഷ്യത്തോടെ എഴുന്നേറ്റു. ഉമ്മയ്ക്കിപ്പോ വേണ്ടത് സമാധാനമാണ്, അത് നൽകാൻ നിനക്ക് കഴിയില്ലെന്ന് എനിക്കറിയാം, സുബൈർ നിരാശയോടെ പറഞ്ഞു നിർത്തി.
ഉമ്മയുടെ മനസമാധാനം നശിപ്പിക്കാനല്ലാതെ മറ്റൊന്നിനും നിനക്ക് കഴിയുന്നില്ലല്ലോ, സുബൈർ വേദനയോടെ പറഞ്ഞു. ഇനി ഇവിടെ നിന്ന അത് തർക്കങ്ങളിലേക്കേ വഴിമാറൂ. അതുകൊണ്ട് തൽക്കാലം നമ്മൾ മാറി നിൽക്കുന്നതാണ് നല്ലത്. അപ്പൊ നിങ്ങൾക്ക് എന്നെ ഈ വീട്ടിൽ നിന്നും ഒഴിവാക്കണമെന്നാണോ? ഫിദയുടെ സ്വരത്തിൽ ഭയം കലർന്നു. നിന്നെ ഉപേക്ഷിക്കാനല്ല ഫിദ, പക്ഷേ ഉമ്മയുടെ ഈ അവസ്ഥയിൽ അവർക്ക് കൂടുതൽ സങ്കടമുണ്ടാക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് കുറച്ചു ദിവസത്തേക്ക് നീ നിന്റെ വീട്ടിലേക്ക് പോകുന്നതാണ് ഉചിതം. സുബൈർ തന്റെ തീരുമാനം വ്യക്തമാക്കി. ശരി, നിങ്ങൾക്ക് വേണ്ടത് അതാണെങ്കിൽ ഞാൻ പോകാം. പക്ഷെ ഒന്നോർത്തോ, എന്നെ ഇവിടുന്ന് പടിയിറക്കുന്നത് നിങ്ങളുടെ ഉമ്മയുടെ വാശിയാണ്. ഒരിക്കൽ ഇതിനെല്ലാം നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ഫിദ, ഇതെന്റെ ഉമ്മയുടെ വീടാണ്. ഇവിടെ സമാധാനമായി നിൽക്കാൻ കഴിയാത്തവർക്ക് പടിയിറങ്ങിപ്പോകാൻ ആരും തടസ്സമാകില്ല, സുബൈർ കടുപ്പത്തിൽ പറഞ്ഞു. അപ്പോ എന്നെ പറഞ്ഞു വിടാനാണോ നിങ്ങളുടെ ഭാവം? എന്തിനാ പിന്നെ നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചത്? ഫിദ രോഷത്തോടെ ചോദിച്ചു. നിന്റെ സ്വഭാവം ഇതാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? അയാൾ പുച്ഛത്തോടെ തിരക്കി. ഒരു പ്രയോജനവുമില്ലാത്ത ബന്ധമായിരുന്നു ഇതെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു. സൈബ ഈ വീട്ടിൽ ഉണ്ടായിരുന്നപ്പോഴും ഇതിലും ഭേദമൊന്നും ആയിരുന്നില്ലല്ലോ. അവൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത് നന്നായി, അവൾ പരിഹാസത്തോടെ പറഞ്ഞു. സൈബയെ പറ്റി നീ ഒരക്ഷരം മിണ്ടിപ്പോകരുത്. നീ എന്റെ ജീവിതത്തിലേക്ക് വന്ന അന്ന് തുടങ്ങിയതാണ് എന്റെ ദുരിതങ്ങൾ, സുബൈർ പല്ല് കടിച്ചു. ഓ, ഇപ്പോൾ സൈബയോടായി സ്നേഹം. പക്ഷേ അന്ന് നിങ്ങൾ എന്നെയല്ലേ ആഗ്രഹിച്ചത്? എന്നോടുള്ള സ്നേഹം കൊണ്ട് അന്ന് നിങ്ങൾ സൈബയെ മറന്നതല്ലേ? അവൾ വിട്ടുകൊടുക്കാതെ പറഞ്ഞു. എന്റെ ഉമ്മ പറയാറുള്ളത് പോലെ ഗുണമില്ലാത്ത ഒന്നിനെയും വെച്ച് താമസിപ്പിക്കുന്നത് മണ്ടത്തരമാണ്. ഒരു വൃക്ഷം പോലും തണലോ ഫലമോ നൽകുന്നില്ലെങ്കിൽ അത് വെട്ടിക്കളയുന്നതാണ് ബുദ്ധി, സുബൈർ ക്രൂരമായി ഫിദയെ നോക്കി പറഞ്ഞു. ഫിദയുടെ ഉള്ളൊന്നു പിടഞ്ഞു. അവൾ അവനെ തുറിച്ചു നോക്കി. ഇതിനുള്ള ശിക്ഷ പടച്ചോ നിനക്ക് നൽകും സുബൈറെ. ഞാൻ സൈബയല്ല, ഫിദയാണ്. ഇത് നീ മറക്കണ്ട, അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞിട്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. സുബൈറിന്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ തറച്ചിരുന്നു. എങ്കിലും ആ വേദന അവൾ പുറത്ത് കാണിച്ചില്ല. പണ്ട് സൈബ അനുഭവിച്ച അതേ ഒറ്റപ്പെടൽ ഇന്ന് താനും അനുഭവിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. അന്ന് അവളെ നോക്കി പുച്ഛിച്ച അതേ മുറിയിൽ ഇന്ന് ഞാൻ നിസ്സഹയായി നിൽക്കുന്നു. കഴിഞ്ഞ കാലത്തെ തന്റെ അഹങ്കാരത്തിന് കാലം നൽകിയ തിരിച്ചടിയായി അവൾ ഇതിനെ കണ്ടു. സുബൈർ വരുമ്പോ എന്തു പറയണമെന്ന കാര്യത്തിൽ അവൾ ഒരു തീരുമാനമെടുത്തിരുന്നു. നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുത്താലോ സുബൈർക്ക? ഫിദ മെല്ലെ ചോദിച്ചു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ ചോദ്യം കേട്ട് സുബൈർ ഞെട്ടിപ്പോയി. നീ എന്തൊക്കെയായി പറയുന്നത്? അയാൾ അവിശ്വസനീയതയോടെ അവളെ നോക്കി. നമ്മുടെ ഇടയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഒരു കുഞ്ഞില്ലാത്തതാണല്ലോ. ഒരു കുഞ്ഞു വന്നാ എല്ലാം ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നു. പലരും അങ്ങനെ ചെയ്യാറില്ലേ? അവൾ അയാളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. സുബൈർ പരിഹാസത്തോടെ ഒന്ന് മൂളി. എന്റെ രക്തത്തിൽ പിറന്ന മകൻ ജീവനോടെ ഉള്ളപ്പോ എനിക്ക് മറ്റൊരു കുഞ്ഞിനെ ദത്തെടുക്കേണ്ട ആവശ്യമില്ല ഫിദ, അയാൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അതാര്? ഫിദയുടെ കണ്ണുകൾ വിടർന്നു. സൈബ പ്രസവിച്ചത് എന്റെ മകനെ തന്നെയാണ്. സുബൈറിന്റെ വാക്കുകൾ ഒരു വെള്ളിടി പോലെ അവളിൽ പതിച്ചു. അത് അന്ന് നിങ്ങൾ പറഞ്ഞത് അത് ഫവാസിന്റെ കുഞ്ഞാണെന്നല്ലേ? ഇപ്പൊ എങ്ങനെ അത് നിങ്ങളുടെ കുഞ്ഞായി? ഫിദ പരിഭ്രമത്തോടെ ഓരോന്നായി ചോദിച്ചു. ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ഞാൻ ചെയ്ത തെറ്റോർത്ത് ഇന്നും എന്റെ ഉള്ളം നീറുന്നുണ്ട്, സുബൈർ കുറ്റബോധത്തോടെ പറഞ്ഞു. അന്ന് നിങ്ങൾ വേണ്ടെന്ന് വെച്ച ആ കുഞ്ഞിനെ ചോദിച്ചു ചെന്നാൽ അവൾ തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഫിദ പരിഹാസത്തോടെ ചോദിച്ചു. അവൾ തന്നാലും ഇല്ലെങ്കിലും എന്റെ രക്തത്തെ സ്വന്തമാക്കാൻ ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. ഒരു ഉപ്പാന്റെ അവകാശം ഞാൻ ചോദിച്ചു വാങ്ങുക തന്നെ ചെയ്യും, സുബൈർ ഉറച്ച സ്വരത്തിൽ പ്രതികരിച്ചു. നിങ്ങളുടെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. ഇത്രയും കാലം കഴിഞ്ഞിട്ടാണോ നിങ്ങൾക്ക് സ്നേഹം മുളപൊട്ടിയത്? അവൾ വീണ്ടും അയാളെ കളിയാക്കി. നീ എത്ര പരിഹസിച്ചാലും ശരി, എന്റെ മോനെ ഞാൻ വീണ്ടെടുക്കും. പക്ഷെ ഓർത്തു വെച്ചോ, അവനെ വളർത്താൻ നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല, അയാൾ കടുപ്പത്തിൽ പറഞ്ഞു. എങ്കിൽ പിന്നെ ആരുടെ കൂടെ വളർത്താനാണ് ഭാവം? പഴയവളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകാനാണോ പ്ലാൻ? അതോ പുതിയ ആരെയെങ്കിലും കണ്ടെത്തിയോ? ഫിദയുടെ സ്വരത്തിൽ പരിഹാസം കലർന്നു. അതൊക്കെ എന്റെ ഇഷ്ടമാണ്, അയാൾ മുഖം തിരിച്ചു. എങ്കിൽ എന്റെ തീരുമാനം നിങ്ങൾ കേട്ടോളൂ. ആരുടെ കുഞ്ഞാണെങ്കിലും ശരി, ഞാൻ ഈ വീട്ടിൽ തന്നെ കാണും. നിങ്ങൾ എത്ര ആട്ടി ഓടിച്ചാലും ഞാൻ ഈ പടിയിറങ്ങില്ല. എന്റെ ജീവിതം ഈ അവസ്ഥയിലാക്കിയത് നിങ്ങളുടെ സ്വാർത്ഥതയാണ്. അതിന് ഞാൻ അനുഭവിക്കുന്നത് പോലെ നിങ്ങളും അനുഭവിക്കണം, ഫിദ വെല്ലുവിളിച്ചു. സ്വാർത്ഥതയെക്കുറിച്ച് നീ സംസാരിക്കരുത്. ഭർത്താവ് മരിച്ചപ്പോ സ്വന്തം സുഖത്തിനു വേണ്ടി 6 മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ ഇല്ലാതാക്കി നിനക്ക് എന്നെ കുറ്റപ്പെടുത്താൻ എന്ത് അവകാശമാണുള്ളത്? സുബൈർ അവളുടെ പഴയകാലം ഓർമ്മിപ്പിച്ചു. ശരിയാണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ ജീവിതം നശിപ്പിച്ചത് നിങ്ങളാണ്. ഇനി നമ്മൾ രണ്ടുപേരും ഒരേ നരകത്തിൽ തന്നെ കിടന്നു നീറണം, അവൾ തറപ്പിച്ചു പറഞ്ഞു. തന്റെ വാക്കുകൾ സുബൈറിന്റെ മനസ്സിൽ എത്രത്തോളം ആഴത്തിൽ തറച്ചു എന്ന് അവൾക്കറിയാമായിരുന്നു. ഇനിയുള്ള കാലം പരസ്പരം പഴിചാരിയും വെറുത്തും ഒരേ വീടിനുള്ളിൽ കഴിയേണ്ടി വരുമെന്ന സത്യം അവളെ തളർത്തി. എങ്കിലും തന്റെ വാശിയിൽ നിന്നും പിന്നോട്ടു പോകാൻ അവൾ തയ്യാറല്ലായിരുന്നു. തന്റെ ജീവിതം ഒരു പരാജയമാണെന്ന് തോന്നിയ നിമിഷം
അവൾ നിരാശയോടെയും വേദനയോടെയും അവിടെ തളർന്നിരുന്നു. കണ്ണുനീർ പുറത്തു കാണിക്കാതെ ഉള്ളിലൊതുക്കി അവൾ ആ മുറിയുടെ മൂലയിലേക്ക് നോക്കിയിരുന്നു. അതേസമയം സുബൈറിന്റെ മനസ്സിൽ മറ്റൊരു ലക്ഷ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സൈബയുടെ അരികിൽ കഴിയുന്ന തന്റെ മകനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. അവനെ സ്വന്തമാക്കാൻ ഏതറ്റം വരെയും പോകാനും ഏത് നിയമ പോരാട്ടത്തിനും താൻ തയ്യാറാണെന്ന് അയാൾ ഉറപ്പിച്ചു. സൈബയുടെ ജീവിതത്തിലേക്ക് ഒരിക്കൽ കൂടി കടന്നു ചെല്ലുമ്പോൾ അവൾ തന്നെ എങ്ങനെ സ്വീകരിക്കുമെന്നോ ആ കുഞ്ഞ് തന്നെ അംഗീകരിക്കുമെന്നോ അയാൾ ചിന്തിച്ചില്ല. നഷ്ടപ്പെട്ടു പോയ തന്റെ അവകാശങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള വാശി മാത്രമായിരുന്നു അയാളുടെ കണ്ണുകളിൽ. ഒരു ദിവസം രാത്രിയിൽ വീടിന്റെ ബെല്ല് മുഴങ്ങിയപ്പോൾ അത് അഷ്റഫായിരിക്കുമെന്ന് കരുതി സൈബ ഒരു പുഞ്ചിരിയോടെ വാതിൽ തുറന്നു. എന്നാൽ വാതിൽക്കൽ നിൽക്കുന്ന ആളെ കണ്ടതും അവളുടെ പുഞ്ചിരി മാഞ്ഞു. ശരീരം മരവിച്ചതുപോലെ അവൾ സ്തംഭിച്ചു നിന്നു. സുബൈർക്ക. അവളുടെ ഉള്ളിൽ ആ പേരൊരു വല്ലാത്ത ഭയത്തോടെ മുഴങ്ങിക്കൊണ്ടിരുന്നു. എന്താ സൈബ, നിനക്ക് സുഖമല്ലേ? സുബൈർ തികഞ്ഞ ഗൗരവത്തോടെ ചോദിച്ചു. അയാളുടെ ചോദ്യം കേട്ട സൈബ വെറുപ്പോടെ മുഖം തിരിച്ചു. അവൾക്ക് അയാൾക്ക് മറുപടി നൽകാൻ താല്പര്യമില്ലായിരുന്നു. നിനക്ക് സുഖമാണോ അല്ലയോ എന്നത് എനിക്കറിയേണ്ട കാര്യമില്ല. ഞാനിവിടെ വന്നത് എന്റെ മകനെ കാണാനാണ്, ആജ്ഞാപിക്കുന്ന സ്വരത്തിൽ സുബൈർ പറഞ്ഞു. അതും പറഞ്ഞ് സുബൈർ ബലമായി അകത്തേക്ക് കയറി. അപ്രതീക്ഷിതമായ അയാളുടെ ഈ കടന്നുകയറ്റത്തിൽ സൈബ നടുങ്ങിപ്പോയി. അവൾ വിറക്കുന്ന കണ്ണുകളോടെ അയാളെ നോക്കി നിന്നു. അകത്തെ മുറിയിൽ നിലത്തിരുന്ന് കളിക്കുകയായിരുന്ന തന്റെ കുഞ്ഞിന്റെ അടുത്തേക്ക് സുബൈർ നടന്നു. അയാൾ ഓരോ ചുവട് വെക്കുമ്പോഴും സൈബയുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചുകൊണ്ടിരുന്നു. അയാളെ തടയാൻ അവൾ ആഗ്രഹിച്ചെങ്കിലും ഭയം കാരണം അവളുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല.